കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ഒരിക്കൽ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടുത്തെ ഒരു അത് ബെസ്റ്റ് ഏഷ്യൻ ആക്ടർ, ബെസ്റ്റ് അമേരിക്കൻ ആക്ടർ, ബെസ്റ്റ് ആഫ്രിക്കൻ ആക്ടർ, ബെസ്റ്റ് ഓഷ്യാനിക് ആക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കോണ്ടിനെന്റിൽ നിന്നുള്ള ഒരു റെപ്രസെൻറ്റേഷൻ നമുക്ക് ഇതുപോലെ ഒരു വലിയ റൂമിനകത്ത് പല കോണ്ടിനെന്റുകളിൽ, ഒരു കോണ്ടിനെന്റിൽ ഒരുപാട് രാജ്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നിന്നൊക്കെ നോമിനേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരും ഒക്കെ ആയിട്ട് വന്നിരുന്ന് അപ്പോൾ ഒരു 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 നമ്മുടെ ലോകത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ പോലെ ഇരിക്കുന്ന ഒരു ഹാളാണ്. ആ ഹാളിലിരിക്കാനും അവിടെ വരുന്ന ആളുകളെ കാണാനും ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ആദ്യം പോയത്. അന്ന് 2018 എന്ന് പറയുന്ന സിനിമയ്ക്ക് അന്ന് എനിക്ക് സെപ്റ്റിമസ് അവാർഡ് കിട്ടിയിരുന്നു. പിന്നെ ഇതിൻ്റെയൊക്കെ അപ്പുറം ആംസ്റ്റർഡാമിലേക്ക് പോകാനൊരു കാരണം വീട്ടിലും നാട്ടിലും സിനിമ സെറ്റുകളിലൊക്കെ പറയാനായിട്ട് വെറുതെ എനിക്ക് ടൂർ പോകണം എന്ന് പറഞ്ഞാൽ എന്നെ വിടുമല്ലോ. അപ്പം അത് കാരണം കൊണ്ട് ഈ അവാർഡ് ഫംഗ്ഷന് നോമിനേഷൻ കിട്ടിയപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ട് അത് കിട്ടിയില്ലെങ്കിൽ ആരോടും പറയണ്ട എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അവിടെ ചെന്ന് ഭാഗ്യവശാൽ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ ഒരുപാട് പേർക്ക് നോമിനേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ മറ്റു ആൾക്കാർക്ക് നോമിനേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പലരും നോമിനേറ്റഡ് ആയിട്ടുള്ള പലരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്നെ ചൂസ് ചെയ്തു എന്ന് പറയുന്നത്, അത് ഈ സിനിമയ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ അത് ഒരുപാട് സന്തോഷം. കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തനങ്ങളുടെ തുള്ളികളായി കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. എല്ലാരും പാടാം. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാരിവില്ലാണോ നീ. മനസ്സിലാക്കി വിട്ടോ, ഒന്ന് പാടിക്കുക. 1 2 3 4. മിന്നൽ വള പെണ്ണഴകേ, എത്തിത്തോടാൻ മാരിവില്ലാണോ നീ. Thank you. Thank you so much. And Jake sir, I must say, ഇപ്പോൾ ജയ് സാറിന്റെ ഒരു ജേർണിയെ കുറിച്ച് പറഞ്ഞു, ആദ്യത്തെ സിനിമയെ കുറിച്ച് പറഞ്ഞു. 2007 തോന്നുന്നു മിന്നൽ അഴകെ പാട്ട് വന്നതല്ലേ. അന്ന് മുതൽ ജേർണിയുടെ ഭാഗമായിരുന്നു. എല്ലാവർക്കും ഇങ്ങനെ താങ്ക് യു പറഞ്ഞിങ്ങനെ സംസാരിച്ച് നിൽക്കായിരുന്നു. ഐ ഷുഡ് സേ ആസ് എൻ ഓഡിയൻസ് വി ഷുഡ് താങ്ക് യു. നമ്മളെ കൂടുതൽ റൊമാൻറ്റിക് ആക്കുന്നതിന്, നമ്മളെ കൂടുതൽ പ്രണയത്തിലാഴ്ത്തുന്നതിന്, നമ്മളെ കരയിപ്പിക്കുന്നതിന്. ഒരു സ്ക്രാച്ച് ആയിരുന്നു ആ നിമിഷം. അവിടെ പടം അവർ ലോക്ക് ചെയ്ത് ഞങ്ങൾ എടുക്കാന്ന് പറഞ്ഞു. ഞാൻ അതിൽ നിന്ന് ഇന്ന് വരെ സോ മച്ച് സപ്പോർട്ട്. അതായത് കുറെ പടങ്ങൾ ഇപ്പോൾ അവർ ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച് മാനസ്, താങ്ക് യു സോ മച്ച് ഡാൻസർ ആൻഡ് ഓൾ ദ ഫുൾ ടീം അറ്റ് സോണി മ്യൂസിക് സൗത്ത്. താങ്ക് യു സോ മച്ച്. പിന്നെ ഷമീറുമായിട്ടുള്ള വേറെ ഞങ്ങൾ കടുവ കഴിഞ്ഞു വരുന്ന കണ്ടിന്യൂസ് അസോസിയേഷനാണ്. താങ്ക് യു സോ മച്ച് ബ്രോ. പൊളിച്ച് ചെയ്തിട്ടുണ്ട് നരുവേട്ട. ആ ഫൈറ്റ് സീക്വൻസ് ഒക്കെ യു റിയലി ഹെൽപ് us. താങ്ക് യു മാൻ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, യൂട്യൂബിൽ എത്ര വ്യൂ ആയെന്ന കാര്യം അടുത്തെങ്ങാനും എടുത്ത് നോക്കിയായിരുന്നോ? മിന്നൽ വളയുടെ വ്യൂസ് 100 മില്യൺ ആയി. അതാണ് ഏറ്റവും താങ്ക് യു. എക്സാക്ട്ലി 102 മില്യൺ. എത്രത്തോളം എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഫീറ്റ് ആണല്ലേ. നമ്മൾ അത് സംസാരിച്ചാണ് ഇന്നത്തെ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. സോ താങ്ക് യു സോ മച്ച് once again, ladies and gentlemen, to the magician who is doing wonders in all the film that he is getting committed to James Bijoy. നല്ലൊരു കൈ, big round.